ശരിയല്ലേ മക്കളെ? അപ്പൊ ഇവിടെ ഒരു മിയോസിസും 2 മൈറ്റോസും. എന്നാൽ എംബ്രിയോസാക്ക് ഉണ്ടാകുന്ന സമയത്ത് അഥവാ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു മിയോസിസും 3 മൈറ്റോസും നടക്കണം. ഒരു മിയോസിസും 3 മൈറ്റോസും നടക്കണം. ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 ന്യൂക്ലിയൈ ഇൻ എ സെൽ. അതായത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയൈകൾ ഒരു സെല്ലിനകത്ത് വരിക. ഇതിന് കാരണം എന്താണെന്നറിയാവോ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ സെല്ലുകൾ മൾട്ടി ന്യൂക്ലിയഡ് ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ദ ഫെയിലുവർ ഓഫ് സൈറ്റോകൈനേസിസ്. ഫെയിലുവർ ഓഫ് സൈറ്റോകൈനേസിസ് ആഫ്റ്റർ കാരിയോകൈനേസിസ്. ഒരു സെല്ലിന് കാരിയോകൈനേസിസ് നടന്നു കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നില്ല? സൈറ്റോകൈനേസിസ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആ സെല്ലുകളിൽ ഒന്നിലധികം ന്യൂക്ലിയസ് വന്നത്. നമുക്കറിയാം ഒരു സെല്ലിന് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ആദ്യം അതിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, പിന്നീട് അതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഇവിടെ ന്യൂക്ലിയസ് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. എന്ത് ഡിവൈഡ് ചെയ്യുന്നില്ല? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ വരാം. അപ്പൊ നോൺ റീകോംബിനന്റുകളെല്ലാം ബ്ലൂ കളറിലാവും. നോൺ റീകോംബിനന്റുകളെല്ലാം ബ്ലൂ കളറിലാവും. എന്നാൽ റീകോംബിനന്റുകളെല്ലാം എന്ത് കളറിലാവൂടെ? റീകോംബിനന്റുകളെല്ലാം എന്ത് കളറിലാവൂടെ? കളർലെസ് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് ആവും. കാരണം എന്താ? അതിനകത്ത് എന്തില്ല? ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അതിന് പോയി. എന്തുകൊണ്ട്? ആ സ്ഥലത്തേക്കാണ് ആര് കയറിയത്? ഫോറിൻ ജീൻ കയറിയത്. കാരണം അവിടെയാണ് ഇതിൻ്റെയൊക്കെ ക്ലോണിങ് സൈറ്റുകൾ ഇരിക്കുന്നത്, റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരു റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചല്ലേ നമ്മളിത് മുറിച്ചത്. ഫോറിൻ ജീൻ മുറിച്ചതും അതുപോലെ ഈ വെക്ടറിനെ മുറിച്ചതും. അപ്പോൾ വെക്ടറിനിടയിലേക്ക് ഫോറിൻ ജീൻ കയറിയത് മൂലം അത് ഇനാക്റ്റീവ് ആയിപ്പോയി. ലാക്സിഡിൻ്റെ ജീൻ ഇനാക്റ്റീവ് ആയിപ്പോയി. അപ്പോൾ റീകോമിനൻ്റ്, നോൺ റീകോമിനൻ്റ് എങ്ങനെ തിരിച്ചറിയും? നോൺ റീകോമിനൻ്റ് ബ്ലൂ കളറിൽ വരും, റീകോമിനൻ്റ് വൈറ്റ് കളറിൽ വരും. എളുപ്പമല്ലേ മക്കളെ ഇത്? ജനറ്റിക് കോഡിൽ ഓരോ 3 ന്യൂക്ലിയോടൈഡുകളും ശ്രദ്ധിച്ചോണം. ഓരോ 3 ന്യൂക്ലിയോടൈഡുകളും ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. ഈ 3 ന്യൂക്ലിയോടൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു കോഡോൺ എന്ന് വിളിക്കും. മോഡിഫൈഡ് സ്റ്റെം ഇൻ പൊട്ടറ്റോ ആൻഡ് മോഡിഫൈഡ് റൂട്ട് ഇൻ സ്വീറ്റ് പൊട്ടറ്റോ. നോക്കിയാടേ, പൊട്ടറ്റോയുടെ താഴെയായിട്ട് ഒരു മോഡിഫൈഡ് സ്റ്റെം ഉണ്ട്. അതിൻ്റെ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടാണ് ട്യൂബറായിട്ട് മാറുന്നത്, ശരിയല്ലേ? എന്നാൽ റൂട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോയിൽ ഒരു റൂട്ട് മോഡിഫിക്കേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ രണ്ടിനും ഒരേ ജോലിയാണ്. എന്തുവാ ജോലി? സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ജോലി, ശരിയല്ലേ മക്കളെ? മോഡിഫൈഡ് സ്റ്റെം ഇൻ പൊട്ടറ്റോ ആൻഡ് മോഡിഫൈഡ് റൂട്ട് ഇൻ സ്വീറ്റ് പൊട്ടറ്റോ. ഒന്ന് സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനോ മറ്റൊന്ന് റൂട്ടിൻ്റെ മോഡിഫിക്കേഷനോ. പക്ഷേ രണ്ടും ഉണ്ടായത് ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ്, ഒറിജിൻ ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ്. പക്ഷേ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. ലോജിസ്റ്റിക് ഗ്രോത്തിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അതിനകത്തൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് കോൾഡ് വേൾഡ് ഇക്വേഷൻ. അടുത്തത് ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇന്റഗ്രൽ ഇക്വേഷനും. നോക്കുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dn/dt is equal to r into n into k minus n by k. K എന്താണ്? ക്യാരിങ് കപ്പാസിറ്റി. അപ്പൊ ഇക്വേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ക്യാരിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആഫ്റ്റർ ഇലോങ്ങേഷൻ the rho factor attaches to mRNA and it break the bond between the RNA and DNA. RNA DNA തമ്മിലുള്ള എന്ത് ബ്രേക്ക് ചെയ്യവൻ? ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്ത് mRNA വേറെയാക്കും, DNA വേറെയാക്കും. കേട്ടോ? ആൻഡ് ഇറ്റ് ബ്രേക്ക് ദ DNA RNA ഹൈബ്രിഡ് വിൽ ബ്രേക്ക് ആൻഡ് ടെർമിനേറ്റ്സ് ദ ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ വെച്ച് എന്ത് അവസാനിക്കും? ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കും. നമുക്കറിയാം വീനക്കാവയാണ് ഡീഓക്സിനേറ്റഡ് ബ്ലഡും കാര്യങ്ങളും അല്ലെങ്കിൽ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡിന് വീനക്കാവയായിരിക്കുമല്ലോ റൈറ്റ് ഏറ്റിലേക്ക് കൊണ്ടുവരിക. എക്ടോഡെർമറ്റയിൽ കാണപ്പെടുന്ന വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അവരുടെ മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്, ഫുഡ് ഗ്യാദറിങ്ങിന് സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫുഡ് ഗ്യാദറിങ്, ദാറ്റ് ഈസ് ക്യാപ്ചർ, അതിൻ്റെ ട്രാൻസ്പോർട്ടിനൊക്കെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ റെസ്പിറേഷനും സഹായിക്കുന്നത് ഏതാണ്? വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഫ്രോഗിന്റെ കേസിൽ സ്പെഷ്യൽ ആയിട്ടുള്ള 2 വീനസ് കണക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഒന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, 2 റീനൽ പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിവറും ഇൻഡസ്റ്റൈനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീനസ് കണക്ഷൻ ആണ്. റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ കിഡ്നിയും ലോവർ ബോഡി പാർട്സ് ഓഫ് ദ ഫ്രോഗും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീനസ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ തുടക്കം, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആദ്യമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ലേ ഒരു ഫീമെയിൽ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? മെനാർക്ക്. മാലിഗ്നന്റ് ട്യൂമറിനകത്തുള്ള സെല്ലുകളെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? നിയോപ്ലാസ്റ്റിക് സെല്ലുകൾ അല്ലെങ്കിൽ ട്യൂമർ സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ സെൽസ്, മാലിഗ്നന്റിന്റെ ട്യൂമർ സെല്ലുകൾ എന്താ ചെയ്യുക? വളരെ പെട്ടെന്ന് വളരും. അവർക്ക് തൊട്ടടുത്തിരിക്കുന്ന നോർമൽ സെല്ലുകളിലേക്ക് കയറി അറ്റാക്ക് ചെയ്യുകയും ആ നോർമൽ സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രശ്നക്കാരനാണ് ഈ ഒരു സെല്ല്, അല്ലേ ഈ ഒരു ട്യൂമർ സെല്ല്. അത് മാത്രമല്ല, അടുത്തൊരു പരിപാടി നോക്കിക്കേ. ആസ് ദീസ് സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ, ദേ ഓൾസോ സ്റ്റാർവ് ദ നോർമൽ സെൽസ് ബൈ കോമ്പീറ്റിംഗ് ഫോർ വൈറ്റൽ ന്യൂട്രിയൻസ്. അതായത് ഇവർ വളരെ പെട്ടെന്ന് ഇങ്ങനെ വളരുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന
സെല്ലുകളെ ഇവന്മാർ നശിപ്പിക്കും. അത് മാത്രമല്ല കേട്ടോ ഇവന്മാർ ചെയ്യുന്നേ, ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ, ദേ കോമ്പീറ്റ് ഫോർ വൈറ്റൽ ന്യൂട്രിയൻസ്. അതായത് ബാക്കിയുള്ള സെല്ലുകൾക്കും ന്യൂട്രിയൻസ് വേണം വളരാൻ, ഇവർക്കും ന്യൂട്രിയൻസ് വേണം. ഇവർ പെട്ടെന്ന് വളരുന്നതുകൊണ്ട് ഇവർക്ക് ന്യൂട്രിയൻസ് കൂടുതൽ വേണം. അപ്പോൾ എന്ത് ചെയ്യും, സാധാരണ തൊട്ടടുത്തിരിക്കുന്ന നോർമൽ ടിഷ്യൂസിൻ്റെയും അല്ലെങ്കിൽ സെല്ലുകളുടെയും ന്യൂട്രിയൻസ് കൂടി ഇവന്മാർ എന്ത് ചെയ്യും, അപഹരിക്കും. ആൺതവളകളിൽ വേറെ ഒരു സ്ട്രക്ചറും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുക. ആൺതവളകളുടെ കൈകളിലെ ആദ്യത്തെ വിരലിലാണ് എന്ത് കാണാൻ സാധിക്കുന്നത്, കോപ്പുലേറ്ററി പാഡ് കാണാൻ സാധിക്കുന്നത്. ഫാദർ ഓഫ് ഇക്കോളജി എന്നറിയപ്പെടുന്നത്, ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് റീറ്റർ. എന്നാൽ ഫാദർ ഓഫ് ഇക്കോളജി എന്നറിയപ്പെടുന്നത് റാം ഡിയോ മിശ്ര. അതിനൊരു ഇക്വേഷൻ ഉണ്ട് മക്കളെ. n നമ്പർ ഓഫ് സൈക്കിൾസ് ആയിട്ട് എടുത്താൽ ഒരു ഡീനാച്ചുറേഷൻ, ഒരു അനീലിംഗ്, ഒരു എക്സ്റ്റൻഷൻ, ഇത്രയാണ് ഒരു സൈക്കിൾ. ഇങ്ങനെ എത്ര സ്റ്റെപ്പ് പൂർത്തിയാകുമ്പോൾ n നമ്പർ ഓഫ് സൈക്കിൾ പൂർത്തിയാകുമ്പോൾ എത്ര കോപ്പീസ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കാൻ 2n ചെയ്താൽ മതി. ക്ലോറോഫിൽ എ ബ്രൈറ്റ് ടു ബ്ലൂ ഗ്രീൻ കളർ, ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ കളർ, സാന്തോഫിൽ യെല്ലോ കളർ, കരോട്ടിനോയിഡ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച് കളർ. ഇനി എങ്ങനെ തിരിച്ചറിയും? നോൺ റീകോമിനന്റ് ബ്ലൂ കളറിൽ വരും, റീകോമിനന്റ് വൈറ്റ് കളറിൽ വരും.